ഹലോ, നമസ്കാരം. LA ഓഫീസ്. സുഗതൻ കൊടുക്കാം. സുഗതനാ കോള്. ഹലോ, സുഗതനാണ്. ആ ബ്രോക്കർ നാരായണ കുട്ടിയോ? ഇന്നലെ വന്നു എന്ന് പറഞ്ഞു, ഭാര്യ പറഞ്ഞു. എന്തിനു മറുപടി തരുന്നു? തന്നോട് ഞാൻ പറഞ്ഞല്ലോ പിയൂണോ ക്ലർക്കൊന്നും പറ്റില്ലാന്ന്. എൻ്റെ മോളെ ഇംഗ്ലീഷ് അമ്മ ബിയടാ. അതിന് പറ്റിയ പയ്യനെ കിട്ടണം. ഒന്നല്ലേ കളക്ടറോ എഞ്ചിനീയറോ IAS IPS അങ്ങനെ ആരെയും അങ്ങനെയുള്ളത് കൊടുത്താൽ മതി. ശരി ശരി. മകൾക്കേ ഒരു കല്യാണാലോചന. യോഗ്യതയുള്ള പയ്യനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ കരുതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഈ പിയൂണോ അല്ലെങ്കിൽ സ്കൂൾ മാഷോ ക്ലർക്കിനൊക്കെ കൊടുക്കുന്ന. സുഗതൻ സാറേ, ഈ ഫോണിന്റെ ബില്ലടയ്ക്കുന്നത് ആരാന്നറിയോ? നമ്മളാ സർക്കാർ. അതെ, നമ്മുടെ സർക്കാർ. നമ്മുടെ സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അല്ലേ സത്യ സാറേ? അതെ, സർക്കാർ ഈ ഫോണിന് ബില്ലടയ്ക്കണതേ കുടുംബകാര്യം പറയാനും കല്യാണാലോചന നടത്താനും അല്ല, ഓഫീസ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാ. എൻ്റെ സാറേ, ഈ ഓഫീസിനകത്ത് കയറിയാൽ നമുക്ക് ആർക്കും മൊബൈലിൽ റേഞ്ച് ഇല്ലാന്ന് അറിഞ്ഞൂടെ? പിന്നെ ഒരു ആവശ്യത്തിന് ബന്ധപ്പെടണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ പിന്നെ ഏത് നമ്പറാണ് കൊടുക്കുക? ഇന്നിപ്പോ 4ാമത്തെ കോളാണ് ഈ വന്നേക്കണത്. ഒരാവശ്യം വരുമ്പോഴല്ലേ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ മൊയ്തു സാറേ, ഓഫീസ് ടൈം എത്രയാണെന്ന് സാറിന് അറിയാം? എന്നിട്ട് എന്താ ഇത് കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തം കാണിക്കും നിങ്ങൾ? സാറേ, ഫാമിലിയിൽ ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കി തീർത്തിട്ട് വരാറുണ്ട്. ഇത് കുറെ നാളായിട്ട് ഇത് തന്നെയാണല്ലോ പറയണേ. നാളെ ഉണ്ടാവില്ല. നാളെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ മൊയ്തു സാറേ, നാളെ ഇൻസ്പെക്ഷൻ ഉള്ള ദിവസമാണ്. നാളെ എല്ലാവരും കൃത്യസമയത്തോടെ എത്തിക്കൊള്ളണം. അല്ല, അതല്ല, നാളെ വൈകൂല എന്ന് പറയാം, ഞാൻ ഉണ്ടാവും. അതാ ഇത് തന്നെ പറഞ്ഞിട്ടാ എന്നും പോണ്. കുഴപ്പമില്ല സാറേ, വൈകില്ല. ഇത് ഒരാൾ ഇന്ന് ചെയ്യുമ്പോൾ നാളെ വേറൊരാൾ ചെയ്യും, മറ്റന്നാൾ വേറൊരാൾ ചെയ്യും. താങ്ക് യു സാർ. അത് ഇവിടുത്തെ ഫയലുകൾ നീങ്ങലിലാണ് മേളിൽ നിന്ന് പ്രഷർ. നമസ്കാരം, LA ഓഫീസ്. സുഗതൻ സാർ ആരാ സംസാരിക്കുന്നത്? അതെ, സുഗതൻ സാറേ പുറത്തൊരു ചായ കുടിക്കാനായിട്ട്. അല്ല, സുഗതൻ സാർ ഇവിടെ ഉണ്ട് സാറേ. കുറച്ച് കഴിയുമ്പോൾ വരും. ഞാൻ പറഞ്ഞേക്കാം, പറഞ്ഞോളാം. അങ്ങോട്ട് വിളിക്കാൻ പറ. ആയിക്കോട്ടെ. അതെ സത്യൻ സാറേ, സുഗതൻ സാർ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാം. എന്റെ കണ്ണിനൊരു കുഴപ്പമില്ല കേട്ടോ. എന്നാലും സാർ, ആവശ്യത്തിന് ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് വിളിക്കണം എങ്ങനെയാണോ? കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടോ? വിളിച്ചിട്ട് പറയുക സുഗതൻ സാറിൻ്റെ ഒന്ന് കുറേന്ന്. മതി. അല്ല സാർ, ആരാ വിളിച്ചത്? ഏതോ ബാലൻ, ബ്രോക്കർ. അയ്യോ, ഈ ബാലൻ എന്ന് പറയുന്ന ആള് മോൾക്ക് ഇന്നൊരു പുതിയ ആലോചന ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും സാറേ ഇത്. അതെ, സുഗതന്റെ മോളുടെ കല്യാണം നടത്താനല്ല ഈ ഫോൺ എടുത്ത് വെച്ചേക്കുന്നത് ഓഫീസിൽ കേട്ടോ. അല്ല സാറേ, എന്നാ ഞാനൊന്ന് പുറത്ത് പോയിട്ടൊന്ന് അയാളെ വിളിച്ചോക്കട്ടെ. ആയിക്കോട്ടെ. എന്നാ സാറേ? വേണ്ട, ഞാൻ മനസ്സിലായിട്ടുണ്ടാവും. ഈ സുഗതൻ സാറിന് പുള്ളിയുടെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നൂടെ? എന്തിനീ ലോകം മുഴുവൻ ചെക്കൻ അന്വേഷിച്ച് നടക്കുന്നത്? ഈ അങ്ങേര് കലക്ടറും ഡോക്ടറൊക്കെ വേണമെന്ന് പറഞ്ഞ് നടക്കല്ലേ? അതിന് ഈ കളക്ടറും ഡോക്ടർക്കും ഒക്കെ അതിന് ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെടണം. ചെലവാകാത്ത മുതലാണേ. അല്ലടോ, ഈ ചെലവാകാത്ത മുതലിന് എന്തിനാ ഇജ്ജി കെട്ടാൻ ആഗ്രഹിക്കണത്? ഞാൻ ആലോചിക്കുമ്പോ സുഗതൻ സാറിനും വൈഫിനും സർക്കാർ ജോലി ഉണ്ടല്ലോ. ഇപ്പൊ ഈ 2 കൊല്ലത്തിനുള്ളിൽ രണ്ടുപേരും റിട്ടയർഡ് ആവും. അപ്പൊ പെൻഷൻ തന്നെ ഒരു 10,000-70,000 രൂപ ഉണ്ടാവും. ഒറ്റ മോളല്ലേ? ബുദ്ധി ഈ ദീർഘവീക്ഷണം ഓഫീസ് കാര്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഓഫീസ് ഫയലുകൾ എന്തേ പെട്ടെന്ന് നീങ്ങനെ. പിന്നെ ഇപ്പൊ സാറേ, ഇതൊക്കെ കല്യാണം കഴിയുന്നത് വരെയുള്ളൂ. കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നങ്ങളാണ്. സത്യം സാറേ, ആ കൈ വിട്ടേരി. അത് നിങ്ങൾ പറഞ്ഞ അച്ഛനും പ്രതി ശരിയാ. അതെ സാറന്മാരെ, ഈ കാര്യത്തിൽ ഞാൻ യോജിക്കൂല. വേണ്ട, അല്ല എല്ലാവരും അങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എന്റെ കാര്യത്തില് പ്രത്യേകിച്ച് നമ്മളെ കാര്യത്തിലും ഇപ്പൊ അവൾ ഇതൊരു നിസ്സാര കാര്യത്തിന്റെ മുകളിലുണ്ടായിട്ടുള്ള വഴക്കാണ്. അവളിപ്പോ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലത്രയും. പക്ഷെ അവിടെ ഒരാളൊക്കെ ഉണ്ടോ പറഞ്ഞത് സത്യൻ സാറ് തണ്ടലി ചവിട്ടി ഓടിച്ചിട്ട് വഴക്കിട്ട് പോയാന്നാ പറഞ്ഞത്. അതൊക്കെ സത്യം തന്നെയാണ്. അമ്മായിയപ്പ എന്നെ കണ്ടപ്പോഴും പറഞ്ഞു. നേരെ സത്യം സാറ്,
വെറുതെ പറയണ്ട സാറിന് പ്രാന്താണ്. ആ ഉവ്വ. വെറുതെ തണ്ടലൊടിയൂലല്ലോ. എന്താ സാർ എന്തുറ്റി? എന്തുറ്റി? എന്താ പറയ്? നേരത്തെ തന്നെ ഫോൺ ചെയ്തില്ലേ ഒരു ബ്രോക്കർ ബാലൻ? അയാളൊരു ആലോചനയായിട്ട് വരാൻ പറഞ്ഞിരുന്നു. പയ്യൻ ഡോക്ടറാ. ഒരുവിധമൊക്കെ സംസാരിച്ച 90% കല്യാണം നടക്കണ്ടാണ്. പക്ഷെ മുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു വൃത്തി കെട്ടോൻ എൻ്റെ മോളെ പറ്റിയിട്ട് ഇല്ലാത്തത് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് മുടക്കി. ആ പോയത് പോട്ടെ സാറേ, ചിലപ്പോ ഇനി ഇതിനൊക്കെ നല്ല കിട്ടാനായിരിക്കും. അതെ, ഇപ്പൊ ഡോക്ടറല്ലേ, എന്റെ മോൾക്ക് ചിലപ്പോ കളക്ടറാനാവും വിളിച്ചിട്ടുണ്ടാവുക. അതാണ്. അതെ. എൻ്റെ പറ. നമസ്കാരം, ഡൽഹി ഓഫീസ്. ആ സാറേ. അയ്യോ ഇല്ല സാറേ, സോറി, ഇന്നലെ കുറച്ച് തിരക്കായി പോയി. ഇല്ല ഞാൻ അത് നോക്കിയായിരുന്നു. ഞാൻ പറയാം ഇപ്പം എല്ലാവരോടും പറയാം. ഓക്കെ സാർ, ഓക്കെ. ആ ചെറിയൊരു വിശേഷമുണ്ട്. എന്തുറ്റി സാറേ? ഇന്നലെ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. തിരക്കിൻ്റെ ഇടയിൽ ഞാനത് പറയാൻ വിട്ടുപോയി. കത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: വനിതാ ശാക്തീകരണം സ്ത്രീധന നിരോധന നിയമം 1961. സർക്കാർ ജീവനക്കാർ സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഒരു സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് അയക്കണം. 6 മാസത്തിലൊരിക്കൽ ഇത് അയക്കണം. അപ്പോൾ ഒരു കൊല്ലത്തിൽ 2 എണ്ണം വേണം. അതെ. ആ അത് ആവാലോ. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്. അതായത് അതിന് ഡിക്ലറേഷൻ ടു ബി ഗിവൺ ബൈ ദ മെയിൽ എംപ്ലോയീസ് എന്നാണ് ആ ഫോമിൻ്റെ പേര്. പിന്നെ ഇതിൽ എംപ്ലോയി ഒപ്പിടണം. ഒപ്പിട്ട് കൊടുക്കാലോ. കൂടാതെ എംപ്ലോയിയുടെ പിതാവ്, അച്ഛനും ഒപ്പിടാം. ആ ഇനിയാണ് അടുത്ത എംപ്ലോയിയുടെ ഭാര്യ ഒപ്പിടണം. എങ്ങനെ എംപ്ലോയി ആരാണോ അയാളുടെ ഭാര്യയും ഇതിൽ ഒപ്പിടണം. ചേട്ടൻ കുടിക്കല്ലോ. അല്ല, തീർന്നിട്ടില്ല. ഇനിയുണ്ട് എംപ്ലോയിയുടെ ഭാര്യയുടെ അച്ഛൻ, അതായത് അമ്മായിയപ്പൻ ഒപ്പിടണം. ആര്? അമ്മായിയപ്പൻ, ഭാര്യാപിതാവ്. ഭാര്യന്റെ ബാപ്പയോ? ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മേലധികാരി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. എന്തോ ഒലക്കമല നിയമമാണ് സാറേ ഇത്. അതെ മൊയ്തു, ഇത് ഞാനുണ്ടാക്കിയ നിയമമല്ല. ആരുണ്ടാക്കിയതാണെങ്കിലും നമ്മളെ ബാപ്പനെ കൊണ്ട് ഒപ്പിടിക്കണത് അത് കുഴപ്പമില്ല. ഈ ഭാര്യന്റെ ബാപ്പയും നമ്മൾ തമ്മിൽ എന്ത് രക്തബന്ധമുള്ളത്? അല്ലെങ്കിൽ തന്നെ കീരിയും പാമ്പും പോലെയാണ് ഞാനും മൂപ്പര് നാട് മുഴുവൻ പറഞ്ഞെടുക്കാൻ നമ്മൾ സ്ത്രീധനം വാങ്ങിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഇന്ന് രാവിലെ മൂപ്പരായിട്ട് യുദ്ധം കഴിഞ്ഞ് വരിക. ഞാനേ വല്ലാത്തോരോ നിയമമാണ് സാറേ ഇത്. എൻ്റെ മൊയ്തു സാറെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്തോരം കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഓരോ കുട്ടികൾ പീഡനം അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീധന ധനമാണ്, അതിൻ്റെ പിന്നാലെ എന്തിനാണ് നമ്മൾ കാശ് മേടിക്കുന്നത്? അത് സാറ് പറഞ്ഞത് ശരിയാ. പെണ്ണ് അന്വേഷിച്ച് വരുന്നവർ ആദ്യം ചോദിക്കുന്നത് സ്ത്രീധനാണ്. ഇനി സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് പെണ്ണില്ല എന്ന് പറയണം. കൊടുക്കരുത് സാറേ, അല്ലാതെ ഉള്ള മിടുക്കൻ ചെറുപ്പക്കാർ നാട്ടിലുണ്ടാന്ന് അറിയണമല്ലോ. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും ഞാൻ എല്ലാവർക്കും ഒന്ന് ഫോം തരും. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒപ്പിട്ട് എനിക്ക് തിരിച്ചു തരും. മൊയ്തു സാറിന്റെ അമ്മായിയപ്പനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് അയാൾ ഒപ്പിട്ട് തരും. സത്യൻ സാറ് ഭാര്യനെ കൊണ്ട് എങ്ങനെ ഒപ്പിടിക്കും? തണ്ടലി ചവിട്ടി ഓടിച്ചിട്ടേക്കല്ലേ അങ്ങാടി ചെല്ലാൻ പറ്റുമോ? സാറേ, ഭാര്യയെ കൊണ്ട് ഒപ്പിടിക്കൽ നടക്കില്ല. ഭാര്യയുടെ അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കൽ നടക്കില്ല. സത്യ സാറേ, ചിലപ്പോൾ ഇതിന്റെ പേരിൽ ജോലി പോയിരിക്കും. ജോലി പോവാണെങ്കിൽ പോട്ടെ സാറേ, അല്ലാതെ തെറ്റിപ്പോയ ഭാര്യയുടെയും ഭാര്യയുടെ അച്ഛൻ്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യും കാര്യം പിടിച്ച് കിട്ടുന്ന ജോലിയൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജോലിയെ വേണ്ടെന്ന് വയ്ക്കും.